നമുക്ക് ഏവർക്കും സുപരിചിതമായ 23-ാം സങ്കീർത്തനം 5-ാമത് വാക്യം. 23-ാം സങ്കീർത്തനം 5-ാം വാക്യം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. കഴിഞ്ഞ പകലങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ട ദൈവിക ഇടപെടലുകൾക്കായി സ്തോത്രം. ദൈവകൃപ, ദൈവശക്തി, ഈ രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചുരുക്കമായി ചിന്തിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. മറ്റൊരു ദൂതിലേക്ക് ധ്യാനപൂർവ്വം ഈ പകൽ നിങ്ങൾ നീങ്ങുകയാണ്. വചനം അവിടുത്തേതാണ്, അടിയങ്ങൾ അവിടുത്തേതാണ്. അവിടുത്തെ ആത്മാവിനാൽ ഈ രാത്രി ഇതിൻ്റെ പുറത്തിരിക്കണം. തൃക്കാൽക്കൽ അവർ ഇരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് ഞങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു. അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയെന്നും ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നു. ഈ രാത്രി ഞങ്ങളോട് ഇടപെടണം. ആത്മീയ അന്തരീക്ഷത്തെ ഞങ്ങൾക്ക് നൽകി തരണം. ശക്തമായ വിടുതലിലൂടെ ഞങ്ങളെ നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. ആമേൻ. ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ രാത്രി നാം പ്രബോധനത്തിനായി വായിച്ചത്. നമ്മുടെ ഇടയിലുള്ള ഏത് കൊച്ചുകുട്ടികളോടും ഏതുറക്കത്തിലും അവരെ എഴുന്നേൽപ്പിച്ച് കാണാതെ പറയാൻ ആവശ്യപ്പെട്ടാൽ ഏത് ഉറക്കത്തിലും അവരെ സംശയമെന്നെ കാണാതെ പറയുവാൻ ഹൃദയസ്ഥമാക്കിയ സുന്ദരമായ ഒരു വേദസൂക്തമാണ് ഈ 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇസ്രായേലിലെ മധുരഗായകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവരെന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ധന്യനായ ദാവീദിനാൽ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിരചിതമായ ഒരു അനുഭവത്തിന്റെ ഗീതമാണ് 23-ാമത്തെ സങ്കീർത്തനം. 6 വാക്യങ്ങൾ കൊണ്ട് പര്യവസാനിക്കുന്ന കുട്ടി സങ്കീർത്തനമാണെങ്കിലും സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടെന്നും സങ്കീർത്തനങ്ങളുടെ റാണിയെന്നും ഒക്കെ വേദപണ്ഡിതാക്കളെ ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നു. 6 വാക്യങ്ങൾ കൊണ്ട് പര്യവസാനിക്കുന്ന കുട്ടി സങ്കീർത്തനമാണെങ്കിലും ഈ 6 വാക്യങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്ന ആത്മീക സത്യങ്ങളെ വഴിച്ചഴിക്കുവാൻ ഈ രാത്രിയുടെ ശേഷിക്കുന്ന മണിക്കൂറുകൾക്ക് നീളം പോരാ. അത്രമാത്രം അനുഭവങ്ങളും ആലോചനകളും അരുളപ്പാടുകളും ദൈവപരിശുദ്ധാത്മാവ് അട്ടിയടിക്കേണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവ കാവ്യമാണ് 23-ാം സങ്കീർത്തനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിന്റെ 5-ാമത്തെ പല്ലവിയിൽ ദൈവഭക്തനായ ദാവീദ് പാടുകയാണ്: എന്റെ ശത്രുക്കൾ കാവ്യം നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. കുടുംബത്തിലെ ഇളവനെ അവഗണനയ്ക്ക് അർഹനായവൻ, നേതൃത്വ പാഠമില്ലാത്തവൻ, വണ്ണമില്ലാത്തവൻ, പൊക്കമില്ലാത്തവൻ, കഴിവില്ലാത്തവൻ, അപ്പന്റെ സമ്പാദ്യമാകുന്ന ആടിനെ മാത്രം മേയ്ക്കുവാൻ വനത്തിൽ പോകുവാൻ വിധിക്കപ്പെട്ടവൻ, അമ്മയാലും അപ്പനാലും ഉപേക്ഷിക്കപ്പെട്ടവൻ, ഒരു രാജാവായിരിക്കാൻ യോഗ്യതയെന്ന് പലരുമാവർത്തിച്ചു പറഞ്ഞവൻ, കൊള്ളത്തില്ല എന്ന് സമൂഹം മുഴുവൻ കരങ്ങളുടൻ ആവർത്തിച്ചു പറഞ്ഞവൻ, അവനായിരുന്ന വനത്തിന്റെ തടവറയെ ദൈവം പൊട്ടിച്ചു, തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ യഹോവ അവനെ കൊണ്ടുവന്നു. കൊള്ളത്തില്ല എന്നും തള്ളിക്കളഞ്ഞവരൊക്കെ അവനെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ വെച്ച് പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്തു. ആമേൻ. 1.5 ലിറ്റർ തൈലം കൊള്ളുന്ന തുകൽക്കൊമ്പിൽ നിറച്ച് 5 ലിറ്റർ തൈലം കൊള്ളുന്ന തുകൽക്കൊമ്പിൽ നിറച്ച് 1.5 ലിറ്റർ തൈലം യോഗ്യതയില്ല എന്ന് പറഞ്ഞവന്റെ തലയിലേക്ക് ചരിച്ചൊഴിച്ചു. ആ തൈലം തലയിലൂടെ വീട് താടിയിലൂടെ താപ്പോട്ട് കുതിർന്നിറങ്ങി അവനെയും അവന്റെ വസ്ത്രത്തെയും കുതിർത്തെടുത്തു. തലയിൽ വീണ അഭിഷേകത്തിലെത്താൻ കുതിർന്ന് നിവർന്നു നിൽക്കുന്നവനെ എനിക്ക് പ്രവാചകൻ മെല്ലച്ചെന്നിട്ട് അവന്റെ തോളിത്തട്ടിട്ട് പറഞ്ഞു കാണും: മോനെ, പക്വതയില്ലാത്ത ഈ ബാല്യപ്രായത്തിൽ നിന്റെ തലയിൽ വീണ അഭിഷേകം വെറും അഭിഷേകമല്ല, ഇത് രാജാഭിഷേകത്തിന്റെ തൈലമാണ്.
ആ വാക്ക് കേട്ടവന്റെ കണ്ണുകൾ നിറഞ്ഞു, കണ്ടവിടറി. അവിടെ നിന്നവൻ ചിന്തിച്ചു, പ്രാപ്തന്മാരായ എന്റെ സഹോദരന്മാരുള്ളപ്പോൾ, യോഗ്യന്മാരായ അനേക വമ്പന്മാരും ചുറ്റുപാടിലുള്ളപ്പോൾ, അവരെയെല്ലാം മഹാദൈവം തന്റെ കരവലയം കൊണ്ട് വകഞ്ഞു മാറ്റി പദവിയൊന്നും പറയാനില്ലാത്ത തിരഞ്ഞെടുത്ത് എന്റെ ശിരസിനെ അഭിഷേകം ചെയ്ത എന്റെ ദൈവത്തിന് ഞാൻ എന്താണ് പകരം കൊടുക്കുന്നത്? പോക്കറ്റിൽ കൈയിട്ട് നോക്കിക്കാണും, പൊക്കടത്തിൽ കൈയിട്ട് നോക്കിക്കാണും. പക്വതയാകാത്ത പ്രായത്തിൽ അവന്റെ ശിരസിനെ അഭിഷേകം ചെയ്ത പരമദൈവത്തിന് പകരമായി കൈമാറുവാൻ ആ ബാലകന്റെ കയ്യിലൊന്നുമില്ല. അവൻ നോക്കിയപ്പോൾ ദൈവത്തിന് ഉപകാരമായി കൊടുക്കാൻ, പകരമായി കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ. തോളിൽ തൂക്കിയിട്ട കിന്നരം മുൻപോട്ട് വലിച്ചിട്ട് അതിന്റെ പൊടി തട്ടി ആ കിന്നരം പക്വതയാകാത്ത ചെറുകളോട് ചുറ്റും ചെയ്തിട്ട് ഇടറിയ കണ്ടത്തോടെ ചോർന്നൊഴുകുന്ന കണ്ണുകളോടെ നമ്മയുടെ യാഗത്തിൽ അവൻ അവിടെ നിന്ന് ഹോമയ്ക്കൊരു പാട്ടുപാടി, എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. പദവികളൊന്നും എടുത്തു പറയാനില്ലാത്ത ഇടയച്ചവന്റെ വരിയിൽ അഭിഷേകത്തിന്റെ തൈലം വീണപ്പോൾ അവന്റെ പാനപാത്രം നിറഞ്ഞുകൊണ്ട് കവിഞ്ഞിട്ട് മാനവരാശിക്ക് പാണിബലം പ്രാപിക്കുവാൻ ഒരു സങ്കീർത്തനം രൂപപ്പെടുകയാണ്. ഇന്നും രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യനെ, അഭിഷേകം ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ അവനെ കണ്ടാലറിയാം. ഇന്ന് രാത്രി എന്റെ വാക്ക് കേൾക്കുന്ന മാന്യ ശ്രോതാവേ, അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ കണ്ടാലറിയാം. വേഷഭൂഷാദികൾ കൊണ്ട് മാത്രമല്ല, സംഭാഷണ ശൈലി കൊണ്ട് മാത്രമല്ല, ചലനം കൊണ്ടോ ചര്യ കൊണ്ടോ മാത്രമല്ല, ഒരു ആത്മീയന്റെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ അവനെ കണ്ടാലറിയാം. എങ്ങനെ? അവന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. ഇന്ന് രാത്രി അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ പാനപാത്രം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കണം. ഏത് പാനപാത്രം? നന്ദിയുടെ പാനപാത്രം, സ്തോത്രത്തിന്റെ പാനപാത്രം, സ്തുതിയുടെ പാനപാത്രം. ഇന്ന് രാത്രി കവിഞ്ഞൊഴുകണം. നിന്റെ അകത്ത് അഭിഷേകം കത്തുണ്ടെങ്കിൽ, നിന്റെ അകത്ത് അഭിഷേകം ചലിക്കുന്നെങ്കിൽ, നിന്റെ അകത്ത് അഭിഷേകം തടച്ചു പറയുന്നെങ്കിൽ, ഈ രണ്ടാമത്തെ സന്ധിയിൽ നിന്റെ പാനപാത്രം പകുതിയാകരുത്, നിന്റെ പാനപാത്രം കാൽഭാഗമാകരുത്, നിന്റെ പാനപാത്രം വർദ്ധമാകരുത്, നിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്ന രാത്രിയാകട്ടെ. സ്തുതിയുടെ, സ്തോത്രത്തിന്റെ, ആരാധനയുടെ, നന്ദിയുടെ പാനപാത്രം അഭിഷേകത്താൽ കവിഞ്ഞൊഴുകുന്ന രാത്രിയാകട്ടെ. അമ്മേ, എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ്, ഒരുമിച്ചാണ് നിറഞ്ഞ്, എന്റെ പാനപാത്രം നിറഞ്ഞ്. ഇത്ര ശബ്ദമുള്ള എന്തൊരു പാവങ്ങളെ 10-16 വർഷമായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് ഇത്രയും പാവങ്ങളെ കണ്ടിട്ടില്ല. ശബ്ദം പോലും ഇല്ല. ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞാൽ എന്റെ പാനപാത്രം കവിച്ചില്ലേ? ഒരേ പറ. പാത്രത്തിനകത്തുള്ള വെള്ളം നിറഞ്ഞാൽ അത് കറങ്ങി തറയിലൂടെ തൂകിയൊഴുകും. നിന്റെ അകത്തുള്ള അഭിഷേകം നിറഞ്ഞാൽ അത് തൂകി പോകത്തില്ല. അതിരിക്കുന്നവന്റെ അകത്തേക്ക് പകരുകയാണെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. അവരെ ആരെ കൊണ്ട് ഞാൻ സ്വന്തം പറയിപ്പിക്കുന്നത്? ഞാൻ നിന്റെ പരിപാടി സ്തോത്രം. നിന്റെ അകത്ത് അഭിഷേകം കൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോ. അപ്പോൾ ഇന്ന് രാത്രിയിലെ പ്രബോധനത്തിനായി നാം വായിച്ച ഈ സൂത്രത്തിൽ സുന്ദരമായ ഒരു പദം പറഞ്ഞു കിടപ്പുണ്ട്. ആ പദത്തെ ഇളക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ പദത്തെ വിവേചിച്ചാണ് ശേഷിക്കുന്ന മിനിറ്റുകളിൽ നാം യാത്ര ചെയ്യുന്നത്. അവേ 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാം സൂത്രത്തിൽ മനോഹരമായ ഒരു പദം പറഞ്ഞു കിടപ്പുണ്ട്. കൃപകാണിച്ച് നമുക്ക് മറക്കാൻ കഴിയാത്തൊരു പദം. ആ പദം ഞാൻ ആവർത്തിക്കാം. അഭിഷേകം. എന്റെ ശത്രുക്കൾക്കാകെ, എന്റെ തലയെ, എന്റെ ശത്രുക്കൾക്കാകെ വിരുന്നൊരുക്കിയ ശേഷം എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് ഉറക്കെ പറഞ്ഞ് ചിരുടൊക്കെ സകലമുറക്കെ. അപ്പൊ ഈ 5-ാം വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന പദമേതാണ്? അഭിഷേകം. സദസ്വരിച്ചത് പറഞ്ഞേ അഭിഷേകം. പറഞ്ഞേ അഭിഷേകം. ഈ രാത്രി നിങ്ങൾ ഈ പദം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്റെ പ്രസംഗം കേവലം ജൽപ്പനമായി പോകും. എന്റെ പ്രസംഗത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പദമാണ്.
സ്വന്തം ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേകം എവിടെ ചലിച്ചിട്ടുണ്ടോ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഭിഷേകം എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ഡിതനാണെങ്കിലും ഭാവനാണെങ്കിലും കുബേരനാണെങ്കിലും കുചേരനാണെങ്കിലും വിദ്യാഹീനനാണെങ്കിലും വിദ്യാസമ്പന്നനാണെങ്കിലും സൗന്ദര്യമുള്ളവനാണെങ്കിലും സൗന്ദര്യരഹിതനാണെങ്കിലും അവന്റെ അകത്ത് അഭിഷേകം കത്തിയാൽ അവന്റെ സ്ഥിതി മാറും. അതിന് സംശയമില്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ നിലവാരത്തെ മാറ്റുവാൻ, നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ, നിന്റെ വ്യക്തിത്വത്തെ മാറ്റുവാൻ, നിന്റെ ആനന്ദത്തെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ ഒരു ആത്മബലത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുക. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇടയച്ചിറക്കനെ രാജസ്ഥാനത്തെ ഉയർത്തുവാൻ കരുത്തുള്ള അഭിഷേകത്തിന്റെ കൈമാറ്റം നിന്റെ അകത്തെ മനുഷ്യനെ വെളിപ്പെടുത്തുക കാര്യമുള്ള പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് തയ്യാറായില്ല. നീ എത്ര കഴിവുകെട്ടവനാണെങ്കിലും നീ എത്ര കൊള്ളാത്തവനാണെങ്കിലും അഭിഷേകത്തിന്റെ അകത്ത് വന്നാൽ നിന്റെ നിലവാരം മാറും. സംശയമില്ല. ദൈവസഭയുടെ അടിസ്ഥാന കല്ലുമാവിക്കൊണ്ട് വാഗ്ദത്ത വിഷയമാകുന്ന ആത്മാവ് പിളർന്നിരിക്കുന്ന അഗ്നിനാവായി അടിക്കുന്ന കൊടിയനാറ്റായി 120 അഗ്നിയാക്കുവാൻ മാറിയ ഒരു ജനത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ അഭിഷേകത്തിന് ഒരു പ്രവൃത്തി ഏർപ്പെട്ടു. ക്രൈസ്തവ ചരിത്രത്തിൽ കൂട്ടസ്നാനങ്ങളുടെ അവിടെയാണ്. ഇന്ന് വരെ ക്രൈസ്തവ സമൂഹം കണ്ടിട്ടില്ലാത്ത ഒരു പടുകൂറ്റനുടമ വെളിപ്പെട്ടതവിടെയാണ്. അവിടെ വെളിപ്പെട്ട ഉണർവാണ് ഭാരതത്തിലേക്ക് വന്നത്. അവിടെ വെളിപ്പെട്ട ഉണർവാണ് ആഫ്രിക്കയിലേക്ക് പോയത്. അവിടെ വെളിപ്പെട്ട ഉണർവാണ് പെന്തക്കോസ്തിന്റെ ഈറ്റിലമായ കുമ്പനാടി ചലിച്ചത്. അവിടെ വെളിപ്പെട്ട ഉണർവാണ് വിശ്വാസങ്ങളെ അടിവേരുകൾ ഉറങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഇന്ന് രാത്രി ചലിച്ചു വന്നിരിക്കുന്നത്. ആറ്റമെന്നറിയാത്ത നാറ്റമുള്ള പത്രോസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇടുക്കമുള്ള മാലിയ മുറിക്കകത്ത് യേശു ക്രിസ്തുവിന്റെ കേട്ട് വാഗ്ദത്ത വിഷയമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 120 കൊണ്ടുമടക്കുമ്പോൾ കാത്തിരിപ്പിന്റെ 10ാമത്തെ ദിവസം ആ വാഗ്ദത്തത്തെ നിവർത്തിയായി. എനിക്കവനുഭവിച്ചു കൊണ്ടുമടക്കി കാത്തിരുന്ന് വാഗ്ദത്തത്തിനായി കുറുകി നിരക്കുമ്പോൾ ആകാശം തുറന്നു. കൊടിയ കാറ്റവലടിച്ചു. പിളർന്ന അഗ്നിനാവ് അവരുടെ നാവിലേക്ക് ആഴ്ന്നിറങ്ങി. വമ്പന്മാരവിടെ കണ്ടിരുന്നു, അറിവുള്ളവരവിടെ കണ്ടിരുന്നു. മെഡിക്കൽ സയൻസിന്റെ കാതലായ വശങ്ങൾ കരകടമാക്കിയ ഗ്ലൂക്കോസ് പ്രഗത്ഭന്മാരവരുണ്ടായിരുന്നു. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, ഇന്നിവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. 3000 പാവത്തെ ഉടുപ്പ് പോലെ ഊരിക്കളഞ്ഞിട്ട് സ്നാനകെട്ട് ദൈവസഭയോട് കയറാൻ പോകുക. ഇന്നിവിടെ ചിലത് നടക്കാൻ പോകുക. എന്നിവിടെ നടക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണം. പലരും മുഖത്തോട് നോക്കിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആരും എഴുന്നേൽക്കണ്ട. ആറ്റമെന്നറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത കടൽ തീരയോട് മല്ല് കെട്ടിയ കടൽ കർഷകൻ, സംസ്കാരമില്ലാത്തവൻ, വിദ്യാഹീനനായവൻ, അറിവില്ലാത്തവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ വാ തുറന്നു. അറിയാമോ, പ്രസംഗിക്കാൻ വാ തുറന്നവൻ പ്രസംഗം നിർത്തി വായടയ്ക്കുമ്പോൾ 3000 സ്നാനമേക്കുവാൻ തൊഴിലുകളുടെ മുമ്പിൽ നിൽക്കുക. നിങ്ങൾക്കറിയാമോ, 10 PhD എടുത്തവരുടെ പ്രസംഗത്തിൽ ഒരു നെത്തോലി പോലും രക്ഷിക്കപ്പെടാതെ മാറി നിൽക്കുമ്പോൾ ഒരു ഡിഗ്രി ഇല്ലാത്തവൻ എഴുന്നേറ്റ് മാറുന്നു വായടച്ചപ്പോൾ ഒരു കൂട്ടം സ്നാനത്തിന് വേണ്ടി നിൽക്കുക. എന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പാലിക്കപ്പുറമായി നിന്നെ ഉപയോഗിക്കുവാൻ കരുത്തുള്ള അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുക. അതിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഈ രാത്രി സ്തുതിച്ചാട്ടെ. എന്റെ ശത്രുക്കൾ കാക്കി നീ എനിക്ക് തിരിഞ്ഞൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. മറന്നുപോകല്ല അഭിഷേകം. എന്താണ് അഭിഷേകം? ക്രൈസ്തവരാകുന്ന നമ്മളെല്ലാം, അന്തകോസ്കാരാകുന്ന നമ്മളെല്ലാം, നമ്മുടെ ആരാധനാ കൂടിവരവുകളിൽ ഒരുപോലെ ഉരുവിടുന്ന സുന്ദരമായ ഒരു പദപ്രയോഗം അഭിഷേകം. അറിഞ്ഞോ അറിയാതെയോ വിരിച്ചമായി മുട്ടുമടക്കി ആരാധനയിൽ ചിലരെങ്കിലും ഈ രാത്രി ആ പദം ഉച്ചരിച്ചിട്ടുണ്ട്, അഭിഷേകം. അവയെ ചിന്തിച്ചാൽ 1, 2, 3 അതിലധികം വട്ടം ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞെന്ന് തോന്നുന്നു, ഈ രാത്രി ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വേദപുസ്തകമായി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഇന്ന് രാത്രി ശുശ്രൂഷയുടെ അഭിഷേകം തരണമേ. എന്റെ സീറ്റിൽ ഞാൻ വന്നിരുന്നപ്പോൾ ആദ്യം ദൈവത്തോട് പറഞ്ഞത്, ഈ രാത്രി ശുശ്രൂഷിക്കാൻ അഭിഷേകം തരണമേ. നമ്മളെല്ലാം നമ്മുടെ കൂടിവരവുകൾ ഒരുപോലെ ഉരുവിടുന്ന സുന്ദരമായ ഒരു പദമാണ് അഭിഷേകം. ഒന്ന് പറഞ്ഞേ, അഭിഷേകം നൽകേണ്ടതില്ലേ? കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ താഴെ ഒരു ചെറുക്കൻ മദ്യപിച്ചിട്ട് അസഭ്യം പറഞ്ഞു. രാവിലെ ആ വീട്ടിലെ പെണ്ണ് കാലി എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നു, കാലി എടുക്കാൻ വേണ്ടി പശുവിന്. അപ്പൊ എന്റെ ഭാര്യ ചോദിച്ചു, സിസ്റ്ററേ, ഞങ്ങളിവിടെ കുഞ്ഞുങ്ങളും കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന ബ്രദറിനോട് പറയുമ്പോൾ മദ്യപിച്ചിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാകരുത്, മോശം. ആ പെണ്ണ് തന്നെ ചോദിച്ചോണ്ട് എന്റെ വൈഫിനോട് പറഞ്ഞു, ചേച്ചി എന്തോ ചെയ്യാനാ? അവൻ മദ്യപിച്ചില്ലെങ്കിൽ നല്ലവനാ, മദ്യപിച്ചാൽ പിന്നെ ചീത്ത വിലയുടെ അഭിഷേകം. അന്ന് തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ കേട്ടു. വീടിനടുത്ത് ഒരു ചേട്ടായി, ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ചേട്ടായി വെട്ടിക്കൊണ്ടു നിൽക്കുക. ഞാനിവിടെ രാവിലെ ഒരു 7 മണിയായപ്പോൾ ബ്രഷ് ചെയ്തോണ്ട് മുന്നത്തേക്ക് എന്റെ മോഹൻ നിർത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ടും വലിയ ചോദിക്കുക. വെട്ടുന്ന കൂട്ടത്തിൽ ഈ പുള്ളി തട്ടുന്നു, കോതുന്നു, തൂക്കുന്നു, മാറുന്നു, ഒപ്പന കളിക്കുന്നു, ഭയങ്കര കലാപരിപാടി. ഞാൻ വേസ്റ്റ് കുപ്പികളെ ചോദിച്ചു, എന്താ ചേട്ടാ ഈ ഒപ്പന കളിച്ചോണ്ട് മരം വെട്ടുന്നേ? പുള്ളി പറഞ്ഞു, എന്റെ പൊന്നും പാസ്റ്ററേ, എന്തോ പറയാനാ, പതിവില്ലാതെ ഇന്നിവിടെ നീറിന്റെ അഭിഷേകം. കൊല്ലത്തിൽ ചത്രമോട് ശ്രമിച്ചപ്പോഴത്തെ പാസ്റ്ററിനെ ആക്രോശിക്കുന്നത് കണ്ടു. ഒറ്റ അമ്മമാര് ബിസ്ക്കറ്റ് പൊടിച്ച് കയറ്റുവായിട്ടേക്കില്ല വളർന്നു കൊടുക്കാൻ. നിങ്ങൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഇവിടെ ഉറുമ്പിന്റെ. അപ്പൊ പലയിടത്തും നമ്മൾ ഈ പദം കേട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ രാത്രി നാം ചിന്തിക്കുന്ന അഭിഷേകം. വേദപുസ്തകത്തിൽ 5 വിധത്തിലുള്ള അഭിഷേകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിഷേകം എത്ര വിധത്തിൽ? എന്താണ് അഭിഷേകം? അഭിഷേകം എവിടെല്ലാം വെളിപ്പെട്ടു? അഭിഷേകം വെളിപ്പെട്ട മണ്ഡലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഈ നിലയിൽ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വേദപുസ്തകത്തിന്റെ താളുകളിൽ ധ്യാനപൂർവ്വം നാം മറിക്കുമ്പോൾ 5 വിധത്തിലുള്ള അഭിഷേകം വേദപുസ്തകത്തിന്റെ താളുകളിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അന്യം വിവരിപ്പാരുടെ മുമ്പിൽ സന്ദർഭമായി വന്നല്ലോ. എങ്കിലും അക്കമിട്ട് ഒന്നൊന്നായി പേര് പറഞ്ഞു വിടാം. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു എണ്ണയാലുള്ള അഭിഷേകം. വിവാഹവേദികളിൽ 45-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു ആ കൂട്ടുകാരിൽ പരമായി ആനന്ദമെത്താനുള്ള അഭിഷേകം. മറ്റ് പ്രത്യേക കൂടിവരവുകളിൽ 89-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കും വിശുദ്ധ ധൈര്യത്താലുള്ള അഭിഷേകം. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കാണുന്നത് ശക്തിയാലുള്ള അഭിഷേകം. യോഹന്നാന്റെ 2-ാം ലേഖനത്തിലുണ്ട് ആത്മാവിനാലുള്ള അഭിഷേകം. അപ്പോൾ എണ്ണയാലുള്ള അഭിഷേകമുണ്ട്, ആനന്ദതൈലത്താലുള്ള അഭിഷേകമുണ്ട്, വിശുദ്ധ തൈലത്താലുള്ള അഭിഷേകമുണ്ട്, ശക്തിയാലുള്ള അഭിഷേകമുണ്ട്, ആത്മാവിനാലുള്ള അഭിഷേകമുണ്ട്. ഒരു കാര്യം എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം. എണ്ണയുടെയും ആനന്ദതൈലത്തിന്റെയും വിശുദ്ധ തൈലത്തിന്റെയും ശക്തിയുടെയും ഒക്കെ മറവിൽ ചലിച്ചത് 5-ാമത് പറഞ്ഞ പരിശുദ്ധാത്മാവ്. പഴയ നിയമ കാലയളവിൽ ഒരുവന്റെ മേൽ അഭിഷേകം വരണമെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള തൈലമോ എണ്ണയോ അനിവാര്യമാണ്. അഭിഷേകത്തിന് നിയോഗിക്കപ്പെട്ടവൻ അഭിഷേകം ചെയ്യുവാൻ നിയുക്തനായവന്റെ മുമ്പിൽ മുട്ടുമടക്കി നമ്രശിരസ്കനായി നിൽക്കുമ്പോൾ നിയുക്തനായവൻ നിയോഗിക്കപ്പെട്ടവന്റെ ശിരസിന്റെ മുകളിൽ ഒരു തൈലക്കൊമ്പിനെ ഉയർത്തിപ്പിടിക്കും. ആ തൈലക്കൊമ്പിനകത്ത് എന്താണുള്ളത്? ഇടിച്ചെടുത്ത ശുദ്ധമായ എണ്ണയോ ഇടിച്ചെടുത്ത ശുദ്ധമായ തൈലമോ ഉണ്ട്. നിയോഗിക്കപ്പെട്ടവൻ നമ്രശിരസ്കനായി നിൽക്കുമ്പോൾ നിയുക്തനായവന്റെ വലങ്കയെ ഉയർത്തിപ്പിടിച്ച കൊമ്പിനകത്ത് തെളിവുള്ള തൈലമോ എണ്ണയോ ഇവന്റെ ശിരസിലേക്ക് ചരിച്ചൊഴിക്കുമ്പോൾ ആ ചരിഞ്ഞൊഴുകി വീഴുന്ന എണ്ണയുടെയും തൈലത്തിന്റെയും വളറിൽ അവന്റെ മേൽ അഭിഷേകം വന്നു. മനസ്സിലാക്കണം, പഴയ നിയമ കാലങ്ങളിൽ ഒരുവന്റെ മേൽ അഭിഷേകം വരണമെങ്കിൽ എണ്ണയോ തൈലമോ അനിവാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അതിന്റെ ആവശ്യമില്ല. ബോംബെയിൽ ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ദൈവദാസൻ പാരച്ചൂട്ടിന്റെ എണ്ണ മേടിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരെയും മുൻപോട്ട് വിളിച്ചിട്ട് എല്ലാവരുടെയും തലയിൽ എണ്ണ വെച്ചു. വിവാദമായ ഒരു വിഷയമായിരുന്നു, അതവിടെ ചർച്ചാ വിഷയമായിരുന്നു. ഞാൻ ആ ഭാഗം അയവറക്കി ചിന്തിച്ചു. വിമർശിക്കാനോ വിധിക്കാനോ അനുകൂലം പറയാനോ പോലില്ല. ആ ഭാഗം മനസ്സിൽ വെച്ച് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിയോഗം
ഒരുങ്ങി. ഞാൻ ഈ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചപ്പോൾ ഒരു പുസ്തകം വായിക്കാതെ, ഒരു ബുക്ക് റെഫർ ചെയ്യാതെ എന്റെ ദൈവം എനിക്കൊരു മറുപടി തന്നു. എന്താണ് അഭിഷേകം? അതെ, ആ ചോദ്യത്തിന് ദൈവം എനിക്ക് മറുപടിയായി നൽകുന്ന ഒരു വചനമാണ് എഫെസ്യ ലേഖനം. അത് ഞാൻ അവർക്ക് ഉദ്ധരിച്ചു. വായിക്കേണ്ടത് ശ്രദ്ധിച്ചാൽ മതി. എഫെസ്യ ലേഖനം 1:18-19. എന്താ അപ്പച്ച അഭിഷേകം എന്ന് ചോദിച്ചപ്പോൾ ഈ വചനമാണ് എനിക്ക് വെളിപ്പെടുത്തി. ഈ വചനം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ ഹൃദയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ, അടുത്തത് പറഞ്ഞാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഈ വാക്യമാണ് എനിക്ക് മറുപടി കിട്ടിയത്. ഈ വാക്യം മൂന്നാലാവർത്തി ഏറ്റേറ്റ് വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അഭിഷേകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അഭിഷേകം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളക്കാൻ കഴിയാത്ത ശക്തി അഭിഷേകം. അതിന്റെ രാത്രി അകത്തുള്ളവരൊക്കെയായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അഭിഷേകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അഭിഷേകം ഒരു ശക്തിയാണ്. 3 അക്ഷരം കൊണ്ട് ഒരുങ്ങുന്ന ഒരു സിംഗിൾ പദവലക്രിയയുടെ അഭിഷേകം. വിശ്വസിക്കുന്നവന്റെ അകത്ത് ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്മവറ്റ ശക്തിയാണ് അഭിഷേകം. അത് മാറ്റി കുറിക്കിയപ്പോൾ ആ വാക്യം തന്നെ എന്നോട് സംസാരിച്ചു. അഭിഷേകം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ഏത് ശക്തിയാ കേട്ടോണം? അളക്കാൻ കഴിയാത്ത ശക്തി. തീർന്നില്ല. ചലിക്കുന്ന ശക്തി, ജീവിപ്പിക്കുന്ന ശക്തി, ചലിപ്പിക്കുന്ന ശക്തി, ഇടിക്കുന്ന ശക്തി, പൊളിക്കുന്ന ശക്തി, പണിയുന്ന ശക്തി, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ശക്തി, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുന്ന ശക്തി, ബലഹീനനെ ബലവാനാക്കുന്ന ശക്തി, പോഷനെ ജ്ഞാനിയാക്കുന്ന ശക്തി, വിശ്വസിക്കുന്നതിന്റെ ആത്മാറിയവനെ പോലെ ആക്കാൻ കരുത്തുറ്റ ശക്തിയാണ് അഭിഷേകം. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിഷേകം എന്ന് പറയുന്നത് ചലിക്കുന്ന ശക്തിയാ, ചലിക്കുന്ന ശക്തിയാ, ചലിക്കുന്ന ശക്തിയാ, ചലിപ്പിക്കുന്ന ശക്തിയാ. അതുകൊണ്ടാണ് ദൈവദാസൻ വചനത്തിലൊക്കെ തെളിഞ്ഞു വെച്ചത്, ഈ നദി ചെല്ലുന്ന ഇടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ, ചലിക്കുന്ന പ്രാണികൾ ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ജീവനുള്ള പ്രാണികൾ അല്ല, ചലിക്കുന്ന പ്രാണി. ചലിക്കുന്ന പ്രാണി എന്ന് പറഞ്ഞാൽ, നിന്റെ ചലിക്കുന്ന പ്രാണി എന്ന് പറഞ്ഞാൽ നിന്റെ അകത്ത് ഇച്ചിരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ, നിന്റെ ഞരമ്പിനകത്ത് ആത്മാവിന്റെ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ നിന്നെ ജീവിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ നദിക്ക് കഴിയും. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശാരീരമെങ്കിലും ജീവന്റെ തുടിപ്പ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ ഒരു മഹാശക്തിയാക്കി മാറ്റുക ഈ രാത്രി അഭിഷേകത്തിന് കഴിയും. ഒത്തിരി ആരോഗ്യം നിനക്കില്ലെങ്കിലും, ഒത്തിരി ബലം നിനക്കില്ലെങ്കിലും, ഒത്തിരി ആരോഗ്യം നിനക്കില്ലെങ്കിലും, ഒത്തിരി ബലം നിനക്കില്ലെങ്കിലും, ഇന്ന് രാത്രി ഒരു ജീവന്റെ തുടിപ്പോ ഒരു ചലനം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ ജീവനുള്ളവനാക്കി മാറ്റുമോ, നിന്നെ ഒരു മഹാസൈന്യമാക്കി മാറ്റുമോ ഈ രാത്രി ഇവിടെ വിടുന്ന അഭിഷേകത്തിന്റെ മതിക്ക് കഴിയും. അഭിഷേകം ബലഹീനത ബലവാനാകുന്ന ശക്തിയാണ്. ഞാൻ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. അടൂര് പടകുളത്തിനടുത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അതിന്റെ 20ാമത്തെ ദിവസം ശുശ്രൂഷിക്കാൻ പോയപ്പോൾ 96 വയസ്സുള്ള ഒരു പിതാവിനെ പരിചയപ്പെട്ടു. 96 വയസ്സുള്ള പിതാവ്.
സ്വന്തം നിങ്ങളെ പലരെയും കണ്ടിട്ട് 100 വയസ്സ് കഴിഞ്ഞു തോന്നും, അത്ര ക്ഷീണമാണ് നിങ്ങൾ. വന്നു പോയല്ലോ എന്നായി പോയി നിങ്ങൾ. സ്വന്തം കണ്ടില്ലേ ചെറുപ്പക്കാരിലേക്ക് ഇരിക്കുന്നത് 120 വയസ്സായവരെ പോലെ. ഇവിടെ കുഞ്ഞുങ്ങളൊരു സ്വതന്ത്രമൊക്കെ പറയണമെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ്, സ്വർണ്ണത്തിൽ തടസ്സവും നല്ലത്. സ്തോത്രം. അവൻ 96 വയസ്സുള്ള അമ്മച്ചൻ 22 സ്റ്റെപ്പുകൾ നടന്ന് 2ാമത്തെ നില കയറി, 3ാമത്തെ നില. ഞാൻ അങ്ങനെ എനിക്ക് ചെറിയ ആക്സിഡന്റ് പറ്റിയത് കൊണ്ട് തറയിരിക്കാൻ പറ്റി, അതുകൊണ്ട് ഞാൻ കസേരയിലേക്ക് ഇരിക്കുകയാണ്. അദ്ദേഹം കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റു. സ്തോത്രം. ഒരു കാലം മുടയും ഒരു നല്ല ബാഗും ഒരു തോർത്തൊക്കെ തോളലിട്ട് നീളൊരു ചുമ്മായി കിട്ടും. നീണ്ട ചെവിയും വയലിൻ്റെ ചെവി പോലത്തെ നീണ്ട ചെവി നാടിയുമായിട്ട് വാതിലിന്ന് കയറി വന്നപ്പോൾ കറക്റ്റ് ഒരു അബ്രഹാമിത വരുന്ന പോലെ ഓടിച്ചത് പിടിക്കുന്നത് വേണ്ട മക്കളും തന്നെ. ഞാൻ എടുത്തേക്ക് എൻ്റെ അടുത്തുള്ള കസേര കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ വീട്ടിലുള്ള പരിചയപ്പെട്ടു. എൻ്റെ ചെവി പറഞ്ഞു, ഞാൻ 40